അങ്ങനെ AKG പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി. അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഈ AKG എന്നും കയർ തൊഴിലാളികളുടെ പട്ടിണിയെക്കുറിച്ചും ഇതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എന്നും പാർലമെന്റിൽ അവതരിപ്പിക്കും. അതൊരിക്കൽ പ്രധാനമന്ത്രി പറഞ്ഞു, കേന്ദ്ര വ്യവസായ മന്ത്രിയോട് പറഞ്ഞു, താനിങ്ങൾ ഗോവാലിന്റെ കൂടെ പോയി കേരളം ഒന്ന് സന്ദർശിച്ച് ഈ വ്യവസായത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കില്ല. ഒരു പാവപ്പെട്ട കയർത്തൊഴിലാളിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ സ്വാഭാവികമായി അവർ രണ്ടുപേരുടെ വരുമ്പോൾ ഒരു ജനക്കൂട്ടം ഉണ്ടാവുമല്ലോ. ഒരു ഓല കെട്ടി ഓല കഴിഞ്ഞ ഓലയുടെ ചെറ്റക്കുടിയിൽ ഒരു ചെറ്റപ്പര ആളുകൾ ക്ഷുഭിതരായി. അപ്പോൾ അങ്ങനെ ക്ഷുഭിതരായ സന്ദർഭത്തിൽ ഒരു സ്ത്രീ പെട്ടെന്ന് വന്നു. അവർ വന്ന് ഈ കടക് തുറന്നകത്തോട്ട് കയറി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തൊഴുതുകൊണ്ടിറങ്ങി വന്നു ഈ വീട്ടിനുള്ളിൽ നിന്ന്. ഞങ്ങൾക്ക് ഒരു മുണ്ടേ വന്നു. ആ മുണ്ട് കൊടുത്തോണ്ട് അവള് കടയിൽ അങ്ങാടിയിൽ പോയിരിക്കുക. ആര്? ഭാര്യ. അവള് വന്ന് ആ മുണ്ട് മാറി തന്നിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. നമസ്കാരം, റൈറ്റ് ആംഗിളിലേക്ക് സ്വാഗതം. കൊയർഫെഡ് പ്രസിഡന്റ് TK ദേവകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഈ ഓണ സീസണിൽ കൊയർഫെഡിന്റെ വിൽപ്പന എങ്ങനെയുണ്ട്? കൊയർഫെഡിന് കേരളത്തിനകത്ത് 22 ഷോറൂമുകളാണ് ഉള്ളത്, ഓൺ ഷോറൂം. പിന്നെ ഞങ്ങൾക്ക് ഏതാണ്ടൊരു 20ഓളം ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പം ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷം ഞങ്ങളൊരു പുതിയ സമീപനം സ്വീകരിച്ചത് ഉപഭോക്താക്കളിലേക്ക് ഞങ്ങൾ ചെല്ലുക എന്നൊരു സമീപനം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഞങ്ങളുടെ ജീവനക്കാർ, ഞങ്ങളുടെ ബോർഡ് മെമ്പർമാർ, അവർ ടീമായിട്ട് ഓഫീസുകളിലും വീടുകളിലും ഒക്കെ പോയി ആളുകളുമായി ഓർഡർ ക്യാൻവാസ് ചെയ്യുന്നൊരു വർക്ക് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40% വരെ മെത്തകൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മെത്ത ഫ്രീ. 6800 രൂപ മുടക്കി നിങ്ങൾക്ക് 2 മെത്ത കിട്ടും. ആക്ച്വലി 6800 രൂപ ഒരു മെത്തയുടെ വിലയാണ്. അപ്പോൾ ഞങ്ങൾ അതിനോടൊപ്പം ഗിഫ്റ്റായിട്ട് ഒരു മെത്തയുടെ കൊടുക്കുന്ന ഒരു സ്കീം, ഓണം സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൊയർഫെഡിന് എത്ര പ്രോഡക്ട്സ് ഉണ്ട് നിലവിൽ? കൊയർഫെഡിന് ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് മെത്തകൾ, റബ്ബറൈസ്ഡ് കയർ പ്രോഡക്റ്റ് എന്നാണ് അതിൽ പറയുന്നത്. മെത്തകൾ അങ്ങനെ സ്പോഞ്ചുമായി ചേർന്നും സ്പ്രിങ്ങുമായി ചേർന്നും മെത്ത ഉണ്ടാക്കും. അത് ട്വിൽറ്റ് ചെയ്താണ് ഇപ്പോൾ കൊടുക്കുന്നത്. നേരത്തെ ട്വിൽറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ട്വിൽറ്റ് ചെയ്ത ഡിസൈൻ പ്രിൻ്റാണ് കൊടുക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കാണ്. അത് മെത്തയാണ് ഞങ്ങളുടെ ആ രംഗത്തെ ഒരു പ്രധാന ഉൽപ്പന്നം. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമാണ് എക്സ്പോർട്ട് ഉള്ളത്. മെത്തയാണല്ലോ ഒരു പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മെത്ത ഒരു പ്രോഡക്റ്റ്. ഇത് കൂടാതെ ഈ ജിയോ വസ്ത്രമൊക്കെ പോലുള്ള പുതിയ പ്രോഡക്റ്റ് അതിനകത്ത് വേറെ ഉള്ളതെന്ന് പറയുമ്പം പിന്നെ ജിയോ ടെക്സ്റ്റൈൽസ്, വലപ്പ, കയർ വലപ്പയാണ് ഞങ്ങളുടെ ഈ പിന്നെ മണ്ണ് സംരക്ഷണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഇപ്പം പഞ്ചായത്തുകളാണ്. കേരളത്തിലെ 4 ജില്ലകളിൽ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് 4 ജില്ലകളിലെ പഞ്ചായത്തുകളിൽ ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ കയർ കൊണ്ട് വലപ്പ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ഈ വലപ്പ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും, പ്രധാനമായും മണ്ണൊലിപ്പ് തടയുന്നതിന്. ഇപ്പം ഒരു തോട് അതിൻ്റെ സൈഡ് വൃത്തിയാക്കി കഴിഞ്ഞാൽ വലപ്പ പൊതിഞ്ഞ് ആ വലപ്പായുടെ കണ്ണിയുണ്ടല്ലോ, ആ കണ്ണിക്കിടയിൽ സീഡിടും ഞങ്ങൾ, ഗ്രാസ് സീഡ് ഇട്ട് കഴിഞ്ഞാൽ രാമച്ചമാണ് പ്രധാനമായിട്ട്. കാരണം കൂടുതൽ സർഫസിൽ സ്പ്രെഡ് ചെയ്ത് പിന്നെ റൂട്ട്സ് ഉണ്ടാകുന്നത് രാമച്ചത്തിനാണ്. അപ്പോൾ രാമച്ചത്തിന് സീലിടും. അതല്ല നല്ല ചരിവ് പ്രദേശത്താണെങ്കിൽ ഞങ്ങൾ ഈ ബാമ്പു, മനസ്സിലായോ, അധികം വളരാത്ത ബാമ്പു ഉണ്ട്. ആ ബാമ്പുവിൻ്റെ തൈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിശ്ചിത അളവിൽ കൊടുത്തിട്ട് ആ ബാമ്പു പിടിപ്പിക്കും. അപ്പോൾ ഒരു ഗ്രീനിഷ് ഇത് പിന്നെ അവിടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഭംഗിയുണ്ടാവും. പക്ഷെ ഇത് പിടിച്ചു കഴിയുമ്പോൾ ഈ മണ്ണും വലപ്പായും ഈ ബാമ്പുവിൻ്റെ വേരും കൂടെ ഒരു സെറ്റായിട്ട്
മണ്ണൊലിപ്പ് തടയാൻ. ഈ സിന്തറ്റിക് പ്രോഡക്ട്സ് ആണല്ലോ ഈ കയർ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കുന്ന ഒരു പ്രധാന. അതെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കയർ ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയണം? കയർ ഉൽപ്പന്നത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ഇപ്പം സിന്തറ്റിക്കുമായി കയർ ഉൽപ്പന്നങ്ങൾ മത്സരിക്കുന്നത് തന്നെ അത് ആധുനിക ലോകത്ത് മാറിയിരിക്കും. PVC എന്നും പറഞ്ഞൊരു സാധനം, PVC ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ PVC നിരോധിക്കുക. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ PVC പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വിദേശ കമ്പോളത്തിലേക്ക് ഞങ്ങളിപ്പോൾ ലാറ്റക്സ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുമ്പോൾ ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡായി വരുന്ന ഒന്നാണ് ഈ ഞങ്ങളുടെ ചെടിച്ചട്ടി. അതെന്ന് പറയുന്നത് ബേബി ഫൈബറും, ബേബി ഫൈബർ എന്നാണ് ഈ ചെറിയ ചെടി, ബേബി ഫൈബറും വിത്തും തേച്ചോറും ഒരു ഗമ്മും കൂടെ ചേർത്തിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അച്ചിനകത്ത് വെച്ച് നല്ല മെൽറ്റിംഗ് പോയി നല്ലോണം ചുട്ടും അത് ചുട്ടിങ്ങെടുക്കും. ചെടിച്ചട്ടിയായിട്ട് കിട്ടും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റേതെങ്കിലോ ചെടിച്ചട്ടിക്കകത്ത് ഇത് ഇറക്കി വെക്കാം. വെച്ചിട്ട് മണ്ണിട്ട് ചെടി വെച്ചാൽ ഒരാഴ്ച ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ അത് ചെറിയ തോതിൽ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഈ എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ചെടിയുടെ വേര് പോയി ഈ ചെടിച്ചട്ടിയിലാകെ ഇത് പിടിച്ചോളും. ഇപ്പൊ ഈ ഗ്രോ ബാഗിന് പകരം ഇത് നല്ല ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റ് എത്രയാ ഒരു ബാഗ്? അത് അതിന്റെ സൈസ് അനുസരിച്ചാണ്. 10 രൂപ മുതലുണ്ട് തുടങ്ങുന്നത്. ഈ ചെടിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് അതിന്റെ വില വർദ്ധിക്കുന്നത്. ഏറ്റവും ചെറിയ ചെടിച്ചട്ടി ഈ നമ്മുടെ മേശ സൈഡിലൊക്കെ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതിനുള്ള ചെടിച്ചട്ടി ചെറുതുണ്ട്. പിന്നെ ഹാങ്ങിങ് തൂക്കിയിടുന്ന അടുത്ത സെമി സർക്കിൾ വലിപ്പത്തിലുള്ള ഈ കയർ മേഖലയെ കുറിച്ച് സാധാരണ നമ്മൾ കേൾക്കുന്നുണ്ട്, കയർ മേഖല പ്രതിസന്ധിയിലാണെന്ന്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടോ? കയർ മേഖലയിലുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, കയറിന്റെ ഉൽപാദന രീതിയിൽ ഒരു പാരമ്പര്യമായ രീതിയാവും വ്യവസ്ഥയുള്ളത്. കാലം മാറുകയല്ലേ. അതിനകത്തൊരു ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും ആധുനികവൽക്കരിച്ചെങ്കിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ ഒരു രീതി അനുസരിച്ച് ഒരു കയറുണ്ടാവണേ 5 പേര് വേണം. 2 പേര് തൊണ്ട് തല്ലി എടുക്കുന്നു. ആ എടുക്കുന്ന കയറ് ചകിരി 2 പേര് പിരിക്കുന്നു. ഞാൻ കൃഷി ചെയ്യുന്നു. അപ്പം ഒരാൾ ഇത് കറക്കി കൊടുക്കുന്നു. ഏത് ഈ റാട്ട്. അപ്പം കറക്കുന്ന റാട്ടൻ 2 ആൾ ഇഴ നീട്ടുക എന്ന് പറയും. അത് നീട്ടിയിട്ട് പുറകെ കൊണ്ടുവന്ന് വേറൊരു റാട്ടിൽ, അത് തള്ളറാട്ടും പിള്ളറാട്ടും എന്നാണ് ഞങ്ങളുടെ ഈ വ്യവസായത്തിൽ പറയുന്നത്. അപ്പൊ അവിടുന്ന് തൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് കൊളുത്തും. കൊളുത്തി കഴിഞ്ഞിട്ട് ഈ 2 പേര് നീട്ടിക്കൊണ്ടുവന്നതിൽ ഒരാൾ കറക്കും. ഫ്രണ്ടിൽ ആദ്യം പോലെ ഒരാൾ ഇത് കറക്കുന്നുണ്ടല്ലോ. സ്പീഡിൽ കറക്കുമ്പോൾ അച്ചു പിടിക്കുക എന്ന് പറയും. അച്ചു പോലൊരു സാധനമുണ്ട്, തടിയുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി അറ്റത്ത് മുട്ടുമ്പോൾ കയറായി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് 11 മീറ്റർ നീളത്തിലാണ് കയറ് വിരിക്കുന്നത്. 11 മീറ്റർ നീളമുള്ള ഒരു കയറ് വിരിക്കുമ്പോൾ ഒരു തൊഴിലാളി 22 മീറ്റർ നടക്കും, മുന്നോട്ടും പുറകോട്ടും. മനസ്സിലായി. അപ്പൊ ഒരു മനുഷ്യാധ്വാനം എന്ന് പറയുന്നത് 3300 മീറ്ററാണ്. 3300 മീറ്റർ കയറ് പിരിക്കണമെങ്കിൽ 6600 മീറ്റർ നടക്കണം. അതാണ് ഇതിന്റെ ഉത്പാദന രീതിയുടെ പ്രധാനം. അപ്പൊ ഇപ്പൊ റാട്ടില്ല, കറക്കില്ല, ഇലക്ട്രോണിക് റാട്ടായി. തൊണ്ട് തല്ലുന്ന സ്ഥിതിയില്ല, അത് ചകിരിയായി. അവിടെയാണ് ഈ തമിഴ്നാടിന്റെ പ്രസക്തി വന്നത്. നമ്മുടെ നാട്ടിൽ തൊണ്ട് വെള്ളത്തിലിട്ട് പൂഴ്ത്തിയെടുത്ത് തല്ലി ചകിരിയാക്കിയിട്ട് പിരിക്കുന്ന ആ സ്ഥാനത്ത് ഇപ്പം ആദ്യം ബീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടായിരുന്നു. തൊണ്ട് തല്ലിയെടുക്കും, അപ്പൊ ചകിരി മുറിഞ്ഞു പോകും. അത് കാരണം ഇപ്പൊ കോമ്പിങ് ആക്കി ഈ ചകിരി വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ഡീഫൈബറിങ് മില്ലുകൾ വന്നു. ഡീഫൈബറിങ് മില്ലുകൾ വഴി പിന്നെ തൊണ്ട് ചകിരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതി വന്നു. അപ്പോഴാണ് നമ്മൾ വ്യവസായത്തിൽ അന്യ സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി വന്നത്. അങ്ങനെ വന്നപ്പോൾ ചകിരി കോമ്പിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മില്ലിൽ തല്ലിയെടുക്കുന്ന ചകിരി, ഡീഫൈബറിങ് മില്ലിൽ തല്ലുന്ന ചകിരിക്ക് മറ്റേതിൻ്റെ അത്രയും അധ്വാനം വരുന്നില്ല. അപ്പം പിന്നെ കയറ് വിരിക്കാൻ ഒരാളായാലും വിരിക്കാം. ഇലക്ട്രോണിക് റാട്ട്സ്, ഒരു സ്വിച്ച് ഇട്ട് കൊളുത്തി പുറകിൽ ചെന്ന് പുറകിൽ കൊളുത്തി ഒരു സ്വിച്ച് ഇട്ട് അച്ചു പിടിച്ച് കഴിയുമ്പോൾ കയറായി. ഒരാളായാലും മതി. അപ്പം വ്യവസായത്തിൽ 5 പേര് വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഒരാളായാലും കയറി പിരിക്കാവുന്ന സ്ഥിതി. അത് നമുക്ക് ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നതല്ലേ? തൊഴിലാളികൾക്ക് അതിനോട് യന്ത്രവൽക്കരണത്തോട് തൊഴിലാളികൾക്ക് നമ്മുടെ മേഖലയിൽ അതാണ് നടക്കുന്നത്. അതായത് ഈ ആധുനിക യന്ത്രങ്ങൾ വരുന്നതിനോട് അപ്പം നമ്മൾ വേറൊരു പുതിയ ടെക്നോളജി ഇതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. അത് ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ എന്ന് പറയും, ASM.
ഈ ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ മെഷീൻ പോലെ കുട്ടി പിന്നെ കയറിങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ചകിരി ഇങ്ങനെ വെച്ചിട്ട് ചകിരി കുറച്ചിട്ട് കൊടുക്കുക, മനസ്സിലായി. എന്നിട്ട് ഇതിനകത്തോടെ 2 നീഡിലിനകത്തോടെ കിടന്നു ഈ ഇത് ട്വിസ്റ്റ് ചെയ്യും. ട്വിസ്റ്റ് ചെയ്ത് കയറായി പുറത്ത് വരും. അപ്പം അവർക്കുള്ള അധ്വാനം എന്താണെന്ന് വെച്ചാൽ ചകിരി വൃത്തിയായി കുറച്ചങ്ങോട്ട് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. കയറിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ പൊട്ടിപ്പോയാൽ അത് ചേർത്ത് കൊടുക്കുക. ഇത് തൊഴിലാളികൾക്ക് ഇതിനോട് താല്പര്യമാണോ? തൊഴിലാളികൾക്ക് താല്പര്യമാണ്. ഇപ്പൊ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അല്ല, അതാണ് പറയാൻ വന്നത്. അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കി കൂടുതൽ കൂലി കിട്ടും. ശരിയാണ്. കയറിന്റെ വില വർദ്ധിപ്പിക്കാൻ ഒക്കത്തില്ല അടിയന്തരമായി. കാരണം എന്താ, പ്രോഡക്റ്റിന്റെ വിലയെ ബാധിക്കും. ഉൽപ്പന്ന മേഖലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സൈസല് ചൈനയുടെ, മനസ്സിലായോ, സീഗ്രാസ്, ജൂട്ട്, പ്ലാസ്റ്റിക്, ഇതെല്ലാം കയറുമായിട്ട് ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായോ. ഇത് വിവിധ തരം ഉൽപ്പന്നങ്ങളാണ്. അപ്പം പിന്നെ ജൂട്ടെന്ന് പറയുമ്പം ഇപ്പം ജൂട്ടെന്ന് പറയുന്നത് കയറിനോട് ബ്ലെൻഡ് ചെയ്യാൻ പോലും കിട്ടുന്നില്ല. സാരി ഉടുപ്പും ഒക്കെ ഇപ്പം ജൂട്ടിൻ്റെ അവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഭയങ്കരമാണ്. ഈ സൈസൽ എന്ന് പറയുന്നത് ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ കടച്ചയില്ലേ, പൈനാപ്പിളിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടി. അത് 2 മീറ്റർ 2.5 മീറ്റർ നീളമുണ്ട് അതിന്റെ ലീഫിന്. അപ്പൊ അത് 100 കണക്കിന് ഹെക്ടർ സ്ഥലത്താണ് ചൈനയിൽ പ്ലാന്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ലീഫ് കട്ട് ചെയ്ത് ടാങ്കുകളുണ്ട് ഇടയ്ക്കിടെ. ഈ ടാങ്കിനകത്ത് കെമിക്കൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു 48 hours കഴിയുമ്പോൾ ഈ ഫ്ലഷ് എല്ലാം പിന്നെ ഇതിന്റെ നാര് മാത്രമാണ്. ആ നാര് പിരിക്കും. ആ പിരിക്കുന്ന കയറിനാണ് സൈസൽ എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായിരിക്കും, പക്ഷെ കയറിന്റെ അത്രയും ലൈഫ് കിട്ടും, മനസ്സിലായോ. അതിന്റെ പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈഫ് അല്ല പ്രശ്നം, യൂസ് ആൻഡ് ത്രോ. ഇവിടെയാണ് ഒരു ചവിട്ടി പഠിച്ച 5 കൊല്ലം നമ്മൾ കളയാതിട്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം സൈസലിന് അവിടെ നല്ല ഡിമാൻഡാണ്. അത് കളർ ചെയ്താൽ വളരെ മനോഹരമാണ്. ഈ കയർ സഹകരണ സംഘങ്ങൾ, എത്ര കയർ സഹകരണ സംഘങ്ങൾ പിന്നെ കോയർഫെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്? 700ഓളം പ്രൈമറി കയർ സംഘങ്ങൾ ഞങ്ങളുടെ പ്രൈമറീസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു 400-ന് മേൽ സംഘങ്ങളെ ഇപ്പൊ ആക്റ്റീവായി പ്രൊഡക്ഷനിലുള്ളൂ. അതിൽ സ്ത്രീ തൊഴിലാളികളുടെ ഒരു പ്രാതിനിധ്യം എങ്ങനെയുണ്ട്? അതിനകത്ത് ഞങ്ങളുടെ വ്യവസായത്തിൽ ഒരു 96% തൊഴിലാളികൾ സ്ത്രീകളല്ലേ. 96% സ്ത്രീകളാണ് കയർ വ്യവസായത്തിൽ. പിന്നെ അനുബന്ധ തൊഴിലുമായി നിൽക്കുന്ന ഒരു പിന്നെ 4% കഷ്ടിച്ച് കാണത്തുള്ളൂ. ഈ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഈ കയർ മേഖലയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീണ മേഖലയിലെ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കയർ വ്യവസായം. ഇപ്പൊ ഈ തൊഴിലുറപ്പൊക്കെ വന്നതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് വന്നു തുടങ്ങിയത്. കയർ വ്യവസായം കേരളത്തെ പോലുള്ള ഒരു പ്രദേശത്തിന്റെ പിന്നെ തീരദേശ പ്രദേശങ്ങളിൽ എപ്പോഴും വില പിടിച്ച് പിന്നെ ജനങ്ങളുടെ സമ്പദ്ഘടനയും വരുമാനവും പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഘടകമായിരുന്നു, മനസ്സിലായോ. ഇപ്പൊ അതിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ പുതിയ സാങ്കേതിക വിദ്യ കയർ മേഖലയിൽ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ തലമുറ കയർ വ്യവസായത്തിൽ നിൽക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ASMന്റെ വരവ്. ഞാൻ പറഞ്ഞു ഒരു പുതിയ മെഷീൻ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു മെഷീനിൽ ഇപ്പൊ അതിൽ 50 കിലോ കയറാണ് പിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള മെഷീനിൽ 50 കിലോ കയറ് പിടിച്ചാൽ 500 രൂപ കിട്ടും തൊഴിലാളിക്ക്. അതേസമയം മറ്റിടത്ത് പോയി പിടിച്ചാൽ 350 കിട്ടത്തുള്ളൂ. മറ്റൊക്കെ ഇലക്ട്രോണിക്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പുതിയ മോഡലായി ഒരു പിന്നെ ASM വന്നിട്ടുണ്ട്. ആ മെഷീൻ 200 മുടി പിരിക്കാം, മനസ്സിലായി. 200 കിലോ കയറ് പിരിക്കാം, ഈ സമയം കൊണ്ട് പിരിക്കാം. അപ്പൊ എന്ത് വരും, വരുമാനം ഇരട്ടിയായി വർദ്ധിക്കും, മനസ്സിലായോ. അപ്പൊ ഒരു 500 രൂപ 600 രൂപയൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല വരും. ഈ പുതിയ തലമുറയുടെ കാര്യം പറഞ്ഞല്ലോ. പുതിയ തലമുറയ്ക്ക് ഈ മേഖലയോട് ഒരു വിമുഖതയുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്, ഉത്പാദന രീതിയിൽ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ പുതിയ തലമുറയെ കിട്ടത്തുള്ളൂ. ഈ ചകിരി ഇങ്ങനെ വൈറ്റത്ത് വെച്ച് കെട്ടി മുന്നോട്ടും പുറമോട്ടും വീട്ടുമുറ്റത്ത് നടക്കാൻ പുതിയ തലമുറയെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പിന്നെ ആധുനികവൽക്കരണം വേണം, യന്ത്രവൽക്കരണം വേണമെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ സൊസൈറ്റി 2 ഗ്രാജുവേറ്റ് പിള്ളേർ ജോലി ചെയ്യുന്നുണ്ട്. കാര്യം എന്താ, അവർക്ക് മാന്യമായി അവിടെ നിന്ന് ജോലി ചെയ്യാം, അവർക്ക് ന്യായമായ ഒരു കൂലി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്കൊരു ബോണസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ കയർ മേഖലയിൽ കഴിയണമെങ്കിൽ ആധുനികവൽക്കരണം അനിവാര്യമാണ്. കാരണം കയറിന്റെ വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചാൽ പ്രോഡക്റ്റിന്റെ വില അതനുസരിച്ച് കൂടും. പ്രോഡക്റ്റ് ഞാൻ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളോട് കമ്പോളത്തിൽ മത്സരിക്കാൻ കഴിയാതെ വരും. ആകെ പ്രശ്നം. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ കുറഞ്ഞ സമയത്ത്
കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ തൊഴിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ട്രേഡ് യൂണിയനുകൾ ശക്തമായതുകൊണ്ട് കാലാകാലങ്ങളിൽ അവർ അവകാശങ്ങൾ ചോദിക്കുകയും അതിനനുസരിച്ച് സമരപ്രക്ഷോഭങ്ങൾക്ക് ആരംഭിക്കുകയും ചെയ്യുമ്പോൾ തൊഴിൽ മേഖലയിൽ നിന്നും നമുക്ക് ന്യായമായ സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ വിദേശ വിപണികളിൽ നോക്കുന്നുണ്ടോ? പുതിയ ഈ വർഷം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു കയർഫെഡിന്റെ എക്സ്പോർട്ടിങ്. കയറ്റുമതി ഞങ്ങൾ ഈ വർഷം ആരംഭിച്ചു. ഞങ്ങൾ പിന്നെ 1-2 കണ്ടെയ്നർ അയച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയ കണ്ടെയ്നർ പിന്നെ അസൈൻമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ പ്രശ്നം. അപ്പൊ 4% ഫലത്തിൽ കയർ വ്യവസായത്തിന് 50% ടാക്സ് വർദ്ധിക്കുക. എങ്ങനെ നിൽക്കും? മനസ്സിലായോ? ഇപ്പം ഫോറിൻ ഓർഡേഴ്സ് ഒക്കെ തന്നെ അവര് തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. നമ്മുടേത് മാത്രമല്ല, പ്രൈവറ്റ് എക്സ്പോർട്ടേഴ്സിന്റെയും പിന്നെ എക്സ്പോർട്ടിങ് നിന്നിരിക്കുക. കാരണം ഈ 4% പിന്നെ നികുതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 50% നികുതി ആയാൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? അതെ, കയറിന്റെ ഒരു വിദേശ വിപണി ഇനിയിപ്പം ഇത് പ്രധാനമായിട്ട് ഇത് ബാധിക്കും. യൂറോപ്പിലാണ് എന്ന് പറഞ്ഞാൽ കയറിന്റെ ആകെ കയറ്റുമതിയുടെ 60% യൂറോപ്പ് പിന്നെ അമേരിക്കയിലേക്കാണ്. അതെ, ഈ മറ്റുൽപ്പന്നങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇവിടെയുള്ള പിന്നെ സമുദ്രോൽപ്പന്നങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഈ UAE ഒക്കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊയറിന് അതുപോലെ ഒരു സാധ്യത തേടുന്നുണ്ടോ? കൊയറിന്റെ സാധ്യത നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കൊയർ നാച്ചുറൽ ഫൈബറാണ്. മനസ്സിലായോ? അതിന്റെ പ്രോഡക്റ്റിന് അതിൻ്റെതായ പ്രത്യേകതയും ഉണ്ട്. ആ സവിശേഷത ആഗ്രഹിക്കുന്ന അല്ലെ അതിനോട് താല്പര്യമുള്ള ഒരു മാർക്കറ്റിൽ അത് വിറ്റുപോകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായത്. അപ്പം നമ്മുടെ ഒരു പിന്നെ ഇപ്പം തണുപ്പ് രാജ്യങ്ങളിൽ നമ്മുടെ ചവിട്ടി ഭയങ്കരമായിട്ട് മേടിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ ടൈൽസ് ഇല്ലേ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ടൈൽസ്, ഇതിന്റെ ഇവിടെ ഇതാണെങ്കിൽ ഈ ടൈൽസ് ഇതിന്റെ 4 വലിപ്പത്തിലായിരിക്കും. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വാങ്ങിക്കുന്നത് തണുപ്പ് രാജ്യങ്ങളിൽ. അപ്പൊ കയറിന്റെ വിദേശ കമ്പോളം എന്ന് പറയുന്നത് പാരിസ്ഥിതികമാണ്, പരിസ്ഥിതിക്കുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈൽസ്, മെറ്റാലിക് ജിയോ ടെക്സ്റ്റൈൽസിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കിന്റെ സ്ഥാനം പോയിട്ട് കയറിന്റെ ജിയോ ടെക്സ്റ്റൈൽസ് ആണ് ഇപ്പൊ റോഡ് നിർമ്മാണത്തിനും ഈ പിന്നെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. ഏതാ മണ്ണൊലിപ്പ് തടയുന്നതിനെല്ലാം ഉപയോഗിക്കുന്നത്. കോർഫെഡിന്റെ വിദേശ വിപണികൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കകത്തുനിന്നും വലിയ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു പിന്നെ ചെന്നൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു ഓർഡർ വന്നു. ഞങ്ങൾക്ക് പിന്നെ ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് മാറ്റുകളും ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് മാറ്റുകളും ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത് പിച്ചിലേക്കുള്ളത്. ഈ തരത്തിലുള്ള വലിയ ഓർഡറുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പം പിന്നെ സുവർണക്ഷേത്രത്തിൽ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ 100 കോടിയുടെ ഓർഡർ ആദ്യം കിട്ടിയത്. ഇപ്പൊ ഞങ്ങൾക്ക് അതിനടുത്ത് വേറൊരു ഗുരുദ്വാരയിലൂടെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടി. 8-10 ഗുരുദ്വാരകളിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ എൻക്വയറി വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മാർബിൾ ആണല്ലോ, ക്ഷേത്രത്തിനകത്ത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മാർബിളാണ്. ഒരു 10 മണിയാകുമ്പോൾ ഈ മാർബിൾ അങ്ങ് ചൂടാകും, അത് നടക്കാൻ പറ്റുന്നത്. അവിടെ കയർ മാറ്റിട്ടിട്ട് അതിന് വെള്ളം അടിച്ചു കൊടുത്ത് അതേ കൂടെ അവിടെ നല്ല ഓർഡറാണ് തരുന്നത്. സുവർണക്ഷേത്രത്തിൽ നിന്ന് എല്ലാ 3 മാസവും കൂടുമ്പോൾ ഇപ്പൊ 100 റോൾ വെച്ച് 100 റോൾ ഓർഡർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് മാറ്റിന് ഇന്ത്യയിൽ ഞങ്ങളാണ് അതിന്റെ മൊണോപ്പൊളി. ഇതുവരെ ആർക്കും അത് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പിന്നെ ജിയോ ടെക്സ്റ്റൈൽസ് ആണ്. ജിയോ ടെക്സ്റ്റൈൽസ് കയർ കോർപ്പറേഷൻ കുറെ പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിർത്തി റോഡ് നിർമ്മാണം ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. അത് കിട്ടിയ കയറിന് വലിയ ഓർഡർ കിട്ടും. അതിർത്തി റോഡ് നിർമ്മാണത്തിന് ജിയോ ടെക്സ്റ്റൈൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ കയറുമതി ഇന്ത്യയിലെ കയറുമതിയാകാതെ. വിൽപ്പന ഷോറൂമുകളെക്കാൾ കൂടുതൽ ഓൺലൈനിലാണ്. കൊയർ മേഖല ആ ലെവലിൽ ഓൺലൈൻ വിൽപ്പന ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വിൽപ്പന വന്നിട്ട് ഞങ്ങളുടെ പുതിയ സൈറ്റ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. അതിലൊക്കെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ ഓൺലൈനിലേക്ക് മാറാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ ഫോറിൻ പിന്നെ ബിസിനസ് മുഴുവൻ ഓൺലൈനിലാണല്ലോ. പണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവും, അവിടെ ചെന്ന് ബയറുമായി ഡിസ്കസ് ചെയ്ത് സെറ്റിൽ ചെയ്യുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം ഓൺലൈനിലല്ലേ ഡിസ്കഷൻ. നിലവിലെ സാഹചര്യത്തിൽ കോർഫെഡ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാറിയ അവസ്ഥയിൽ? കോർഫെഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കയർ ഉൽപ്പാദിപ്പിക്കാനുള്ള തൊഴിലാളികളുടെ ക്ഷാമം അതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കയർ ഉൽപ്പാദിപ്പിക്കാൻ ഈ കൂലിക്ക് ഇപ്പൊ 50, 60, 62 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഈ കുറഞ്ഞ കൂലി, കാരണം തൊഴിലുറപ്പ് പോകുമ്പോൾ ഉണ്ട്, അതേപോലെ തന്നെ നിൽക്കുമ്പോൾ ഈ കൂലിക്ക് ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല. അതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇയാളുടെ ഉൽപാദനത്തിൽ ഞങ്ങൾക്ക് വലിയ കുറവ് സംഭവിച്ചു. അതാണ് ഞങ്ങൾക്ക്, കാരണം ഞങ്ങളുടെ ടേൺ ഓവറിൽ കുറവ് വരാൻ പോകും. ഇപ്പം ഈ മാർച്ച് മുതൽ ഇങ്ങോട്ട് തന്നെ ഞങ്ങളുടെ കയറിന്റെ സംഭരണത്തിൽ ഏതാണ്ട് 40,000 ക്വിന്റൽ കയറിൽ അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ കയർ സ്റ്റോക്കിസ്റ്റുകളായിരുന്നു കയർ ഫെഡ്. മനസ്സിലായി. അവിടെ നിന്ന് കുറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ കുറയുന്നു. അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നു. പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ല. നിലവിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറയുന്നുണ്ട്. ഈ കയർ മേഖലയുടെ ഒരു ഭാവി എന്തായിരിക്കും? വ്യവസായത്തിലെല്ലാം പരമ്പരാഗത വ്യവസായങ്ങളെയും പോലെ തന്നെ കയർ ഫെഡ് ആധുനികവൽക്കരണത്തിലൂടെ നിലനിൽക്കാൻ പറ്റും. മനുഷ്യന്റെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നത്രയും കാലം ശാസ്ത്രം വളരും. ശാസ്ത്രത്തിന് വളർച്ചയ്ക്ക് സമാന്തരമായി ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെടും. ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ പുതിയ ജനറേഷനുകളിലെ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഇല്ലേ? അപ്പൊ ഔട്ട് ഓഫ് മാർക്കറ്റ് ആകുന്ന ടെക്നോളജിയും ഔട്ട് ഓഫ് മാർക്കറ്റ് ആകുന്ന ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റുകളും കമ്പോളത്തിൽ കെട്ടിക്കിടക്കും. അതെല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പൊ എന്താണ് വേണ്ടി വരുന്നത്? മോഡേണൈസേഷൻ വേണം. അത് മനസ്സിലായി. അതാണ് ഞങ്ങൾ കയർ രംഗത്ത് പറയുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൂലി കിട്ടുന്ന തരത്തിൽ കയർ ഉൽപ്പാദിപ്പിക്കണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ കയർ പ്രോഡക്റ്റ് കോമ്പീറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ കയർ ഫെഡിന്റെ അവസ്ഥ എന്തായിരിക്കും? 5 വർഷം കഴിയുമ്പോൾ കയർ ഫെഡിന്റെ അവസ്ഥ മോശമാകത്തില്ല. കാരണം ഞങ്ങൾ ഈ യന്ത്രവൽക്കരണം അതിവേഗം നടപ്പിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ പുതിയ തൊഴിലാളി സമൂഹം വരും കയറിലേക്ക്. കയറിന് ഡിമാൻഡുണ്ട്. പിന്നെ കമ്പോളത്തിൽ ഇപ്പൊ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ കയറിന് 52 രൂപ വിലയുണ്ട്. ഞങ്ങളുടെ കയറിൽ ലോഡ് കയറ് വന്നാൽ പിടിച്ചു പറിക്കാം. ഞാൻ ഇവിടെ ചെയർമാൻ ആകുമ്പോൾ 63,000 കിൻഡൽ കയർ 24 ഗോഡൌണുകളിലായി കെട്ടിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കയറ് മുഴുവൻ വിറ്റു. മനസ്സിലായി. ഒരു ലോഡ് കയറ് വന്നാൽ 5 സൊസൈറ്റിക്കാർ ആവശ്യക്കാരായി കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 5 സൊസൈറ്റിക്കാർ ഡിമാൻഡ് വർദ്ധിച്ചു. കയർ ഇൻഡസ്ട്രിക്ക് നല്ല ഭാവിയുണ്ട്. കയർ പ്രോഡക്റ്റിനും മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള മാർക്കറ്റ്, പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനും മാർക്കറ്റിലേക്ക് ഇടപെടാനും നമുക്ക് കഴിയണം. പക്ഷെ ഗവൺമെന്റിന്റെ പിന്തുണയും പ്രധാനപ്പെട്ടതല്ലേ? ഗവൺമെന്റ് നന്നായി സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പം അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റാണ് ഏറ്റവും വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുക. രാഷ്ട്രീയം പറയല്ലേ. കയർ ബോർഡിന്റെ കാര്യമായ ഒരു സഹായവും കയർ വ്യവസായത്തിന് കേരളത്തിൽ കിട്ടുന്നില്ല. അവരത് മറ്റ് സംസ്ഥാനങ്ങളിൽ നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കയർ വ്യവസായം പറിച്ചു നടാനും വേണ്ടിയാണ് ക്ലസ്റ്റർ സിസ്റ്റം എന്നും പറഞ്ഞുകൊണ്ടുവന്നത്. നമ്മുടെ പൈതൃക സൊസൈറ്റിയിൽ ഒരു അംഗത്തിന്റെ ഫീസ് ഇപ്പോഴും 10 രൂപയാണ്. കയർ ബോർഡിന്റെ ക്ലസ്റ്റർ രൂപപ്പെടുത്തുന്നതിൽ ഒരാളിന്റെ ഷെയർ 1 ലക്ഷം രൂപ. സംസ്ഥാന സർക്കാർ നമുക്ക് ഇവിടെ MDയുടെ 50% തരുന്നുണ്ട്. നമുക്ക് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തരുന്നുണ്ട്. വില വ്യതിയാന വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമുക്ക് പൈസ സഹായമുണ്ട്. ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ കയർ ഫണ്ട് വാങ്ങുന്ന വിലയ്ക്ക് തന്നെ കയർ വിൽക്കുക. അതിലൊരു 15% സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. കയർ ബോർഡ് ആദ്യകാലത്ത് ഈ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒക്കെ ഇരുന്ന ചെയർമാൻ, ആ സമയത്ത് അത് പോപ്പുലൈസ് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ക്രിസ്റ്റിയുടെ മാത്രമല്ല, ക്രിസ്റ്റിക്ക് മുമ്പും എന്നൊക്കെ മലയാളികളായിരുന്നു സ്ഥിരമായിട്ട്. അതെ അതെ. ക്രിസ്റ്റിയുടെ അന്ന് AC ജോസിന്റെ കാലം വരെ BJPയുടെ ഭരണകൂടം വന്നതിന് ശേഷമാണ് അന്യ സംസ്ഥാനക്കാരെ കയർ ബോർഡിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത്. നമ്മളെയൊക്കെ ഇവിടുന്ന് ലിസ്റ്റ് കൊടുത്താൽ പോലും ബോർഡിലേക്ക് അവർ ഉൾപ്പെടുത്തത്തില്ല. അതിനകത്ത് വളരെ വേദനപരമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപ ഇതിന്റെ ഫണ്ടുണ്ട്. അതൊക്കെ നാളികേര കൃഷി പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുക, ഈ രംഗത്ത് ക്ലസ്റ്റർ ഉണ്ടാക്കി യന്ത്രവൽക്കരണം നടപ്പിലാക്കുക, ഇതെല്ലാമാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? കയർ വ്യവസായത്തിന് ഭാവിയുണ്ട്. ഈ പാരിസ്ഥിതികമായ ഒരു അവബോധം യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ഫൈബറിന്റെ പ്രോഡക്റ്റിന്റെ കാലമുണ്ട്, കമ്പോളമുണ്ട്. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് നന്ദി. എല്ലാവിധ ആശംസകളും നേരും. എൻ്റെ അറിവിൽ, പരിമിതിയിൽ, കഴിവിൽ നിന്നുകൊണ്ട് ഒക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു. എൻ്റെ അവസരം ഉണ്ടാക്കിയതിൽ സ്ഥാപനത്തോടും നിങ്ങളോടും വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.